കുട്ടികൾക്ക് അന്ന് കിട്ടിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ക്ലോതിങ് ഉടുപ്പ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഓരോ ഉടുപ്പ് എനിക്ക് ഇഷ്ടമാവണില്ല. ഐ ജസ്റ്റ് കാൺ പ്രോസസ് മൈ സെൽഫ് ടു ബൈ ദിസ് ബട്ടർഫ്ലൈ ഡ്രസ്സസ് ഫോർ കൊച്ചുകുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും. ഇന്ന് തിങ്സ് ആർ സോ ഡിഫറെൻറ്റ്. അന്നൊക്കെ ലോട്ട്സ് ഓഫ് ഫ്രിൽസ് ആൻഡ് ക്യാൻസ് ആൻഡ് എന്തൊക്കെയോ ആവും കുട്ടീനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണം നമുക്ക് നോക്കിയെടുക്കാൻ. സോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ കംഫർട്ടബിൾ ക്ലോത്ത്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ക്ലോതിങ് ലൈൻ ഫോർ കിഡ്സ്. കാരണം അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നത് കേട്ടോ, എനിക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഐ ഹാവ് ടു മേക്ക് സംതിങ്. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഇന്ദ്രൻ ടോൾഡ് മീ ദാറ്റ് യു ഷുഡ് ഡ്രീം ഓഫ് എ ലേബൽ ഓഫ് യുവർ ഓൺ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചെന്ന് വെച്ചാൽ യു ഷുഡ് ജസ്റ്റ് ഹാവ് യുവർ നെയിം ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാനൊന്ന് പോവുക ഐ മീൻ ലൈക്ക് വാട്ട് യു സേ, ബിക്കോസ് ഐ ഡിഡ് നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ഹി സെഡ് യാ വൈ നോട്ട്, ലൈക്ക് മേ ബി. ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് സീ. അതെല്ലാം കഴിഞ്ഞ് നക്ഷത്ര ആയ ശേഷം 2013 ഐ ടുക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഓഫ് മൈ ബ്രാൻഡ്. ഈ ത്രൂ ഔട്ട് ദിസ് വൈൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ അപ്പിയറൻസസ് ഇൻ ടേംസ് ഓഫ് ത്രൂ സ്മോൾ സ്ക്രീൻ ചെയ്തിരുന്നു. ഞാൻ ഹോസ്റ്റ് ചെയ്തിരുന്ന ഷോസ് എല്ലാം തന്നെ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റാത്തൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഷോസും ചെയ്തിട്ടില്ല. ഐ മസ്റ്റ് ഹാവ് ഡൺ മേ ബി ഒരു 18 years 4 ഷോസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, 4 or 5. ഐ ഡിഡ് സംതിങ് ഫോർ തമിഴ് ആക്ച്വലി. കോലങ്കൾ എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഞാൻ 3.5 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. ബിക്കോസ് എൻ്റെ മദർ ടങ്ക് തമിഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ്. ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്. സോ അതിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു എക്കോ സിസ്റ്റത്തിൽ നിന്ന് മാറി, കംഫർട്ട് സോണിൽ നിന്ന് മാറി. ആദ്യമായിട്ടാണ് ഞാൻ വേറൊരു സ്ഥലത്ത് വേർ പീപ്പിൾ ഡോണ്ട് നോ മീ, ദേ ഡോണ്ട് നോ ഐ എം ഇന്ദ്രജിത്സ് വൈഫ്, ദേ ഡോണ്ട് നോ ഐ എം പൃഥ്വിരാജ് സിസ്റ്റർ ഇൻ ലോ, ദേ ഡോണ്ട് നോ ഹൂ ഐ ആം, ഒന്നും അറിയില്ല. ദേ ജസ്റ്റ് നോ മീ ആസ് എ ക്യാരക്ടർ ഓഫ് ദാറ്റ് സീരിയൽ. അപ്പോൾ ദെൻ ആ സമയത്ത് അഗൈൻ കമ്മിങ് ബാക്ക് ടു on screen through emotions where I am myself enjoying the process, it is like reaffirmation in my head, you have to come back to cinema. I mean I need to get there എന്നുള്ള എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കൊക്കെ അറിയായിരുന്നു. ബട്ട് the right thing and the right moment had to happen, and for that all we can do is take efforts. അതുമാത്രമാണ് ഈ ത്രൂ ഔട്ട് ദ ജേർണി ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് you have to live, you have to keep your creative side also lit. So because of that I brand തുടങ്ങി, which is a touch wood, all by the grace of God. I'm so grateful that I took that step. I'm so grateful because it taught me a lot of things, like to say no. First thing, it is okay to say a no, most important thing. And second most important thing, the uncertainty of life is beautiful. ബിസിനസ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരുന്നതാണ്. ഐ പേഴ്സണലി ഫീൽ ബിക്കോസ് ഇറ്റ് ഇസ് അൺസർട്ടൺ. യു ടേക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എ റിസ്കി procedure, or this is you don't know, this might be okay, this might not be okay, this you might get money, this you might have loss. But to prepare yourself for that, mattedu you're always conditioned for profits, or you're always conditioned for gains or comforts. mattedu ബിസിനസ്സിലൂടെ പ്രോസസ്സിലൂടെ ഞാൻ പഠിച്ച കാര്യമാണ്. കുറേ പൈസ അങ്ങോട്ട് ചെലവഴിച്ച് കുറേ നഷ്ടം സഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും I understood how terribly wrong I was, how terribly I failed. And it was okay to fail, because from there I feel I've learned a lot. അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും മേ ബി some way or the other I would have come out, because that's my energy. പക്ഷേ ബിസിനസ്സിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യം is immense, where I know nothing about what I started, because ആ സമയത്ത് ഞാൻ തുടങ്ങിയതൊരു പാഷനറ്റ് ആയിട്ട് എനിക്ക് ആകെ കൂടെ കളേഴ്സും ഫാബ്രിക്സും അതിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ ഇവിടുത്തെ ആദ്യത്തെ സെലിബ്രിറ്റി ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പെക്റ്റേഷൻസും എല്ലാം കൊണ്ട് നമ്മുടെ തലയിൽ കൊണ്ട് വെച്ച് തരുമല്ലോ. പിന്നെ വാട്ട് ദ മാർക്കറ്റ് ഡിമാൻഡഡ് ഇസ് വാട്ട് ഐ മെയ്ഡ്. I did not make what I wanted.
I ended up making what the market demanded because it's a business, no? So when it's a business, at the end of it, you have to sell your products. And if you have to sell your product, you need to understand, you end up making what the market demands. സോ അതങ്ങനെ ആ ഒരു റൺ കുറച്ച് പോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ പൈസ ആൾക്കാർ ചെലവഴിച്ചിരിക്കുന്നത് കല്യാണ സീസണിൽ മാത്രമാണ്. പിന്നെ സെലിബ്രിറ്റി തുടങ്ങിയത് കൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അത് സെലിബ്രിറ്റി ബ്രാൻഡാണല്ലോ. പിന്നെ കൂടുതൽ സെലിബ്രിറ്റീസാണ് അത് ഇട്ടിരുന്നതും എൻഡോസ് ചെയ്തിരുന്നതും എല്ലാം. സോഷ്യൽ മീഡിയ കൾച്ചറൊക്കെ വേറെ ആയിരുന്നു അപ്പോൾ. സോ അപ്പോൾ സോഷ്യൽ മീഡിയ കൾച്ചറിന് പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് where you started a brand, a lot of celebrities came and we ended up making clothes which made them look like celebrities maybe. അപ്പോൾ പിന്നെ സാധാരണക്കാർ വിചാരിച്ചു ഇതൊന്നും എനിക്കിടാൻ പറ്റുന്ന ഉടുപ്പൊന്നുമല്ല, which is true. Which is at the end of the day I ended up making what the market demanded out of it. പക്ഷെ അതിൻ്റെ അകത്തുള്ള 2015 എൻ്റെ മൈ എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം വിത്ത് മൈ സെൽഫ്, വെയർ ഐ റിയലൈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ഫ്രം മൈ ബ്രാൻഡ് ഇൻ മൈ വാർഡ്രോബ്. So then where am I heading to as a brand? Because a brand needs an identity, it needs a longevity. So and it needs to connect in terms of അതിനൊരു കണക്ഷൻ വേണമല്ലോ ടുവേർഡ്സ് ദി ഓഡിയൻസ്. അത് ചെറുതായാൽ മതി, നോട്ട് ടു ദ മാസ്, അറ്റ്ലീസ്റ്റ് ടു എ നീഷ്. ഒരു റൂട്ട് കണക്ഷൻ വേണം, ഒരു ഇൻവിസിബിൾ ത്രെഡ് കണക്ഷൻ ടു ദ ബ്രാൻഡ്. അപ്പോൾ അത് ഇസ് ദൻ ഐഡൻറ്റിറ്റി ഓഫ് എ ബ്രാൻഡ് വിച്ച് ഐ ഹാഡ് ടു ഫൈൻഡ് ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ദ സെർച്ച് ഫോർ ഇറ്റ്. അവിടെയാണ് ഐ ഹാപ്പൻ ടു ഹാവ് മൈ റിലേഷൻഷിപ്പ്. ദാറ്റ്സ് വെയർ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഹാൻഡ്ലൂം സ്റ്റാർട്ടഡ് ഓഫ്. വേറെ കൈത്തറിയിലൂടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ പൈസ ചിലവഴിച്ച്, ഞാൻ തന്നെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എൻ്റെ നഷ്ടങ്ങളെല്ലാം സഹിച്ച്, എൻ്റെ പൊട്ടത്തരങ്ങളെല്ലാം കാണിച്ച്, വേർ ഐ ജസ്റ്റ് ടെറിബിളി ഫെയിൽഡ് ഇൻ ടേംസ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഐ എം ഓക്കെ ബിക്കോസ് I proudly say I failed because I am very proud of what it has made me today. ആൻഡ് അതിലൂടെ വീവിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും വീവിങ്ങിൽ തന്നെ ജക്കാർഡ് വീവിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും പിന്നെ ഫ്രം ദെയർ ഓൺവേർഡ്സ് ഐ സ്റ്റാർട്ടഡ് ഹാവിങ് മൈ ഓൺ ജേർണി. ഇപ്പോൾ എനിക്ക് 2 ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ചേന്നമംഗലത്തിലും കുത്താമ്പള്ളിയിലും ഉണ്ട്. പ്രാണയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്ലൂം വേർട്ടിക്കൽസ് ഉണ്ട്, ഹാൻഡ് വൂവൺ ആയിട്ടുള്ള. അതിലേക്കുള്ള പ്രോസസ്സിലേക്കേ ഉള്ളൂ, ഇപ്പോഴും കംപ്ലീഷനിലേക്ക് ആയിട്ടില്ല. ബിക്കോസ് അക്കാഡമിക് നോളജ് ഇല്ലാതെയാണ് ഞാൻ വരുന്നത്. സോ it will take a lot. Hands-on experience എന്ന് പറയുന്നത് takes a lot of time. And then now slowly I am in a situation where I personally feel that കുറച്ചെങ്കിലും എനിക്കൊരു കണക്ഷൻ വിത്ത് ഓഡിയൻസിനാണെങ്കിലും ബയേഴ്സിനാണെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ 5-6 ഇവൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇവൻറ്റിനോ അല്ലെങ്കിൽ ഒരെണ്ണിടത്തെങ്കിലും to wear the fabric or to wear a dress that speaks for your culture, that speaks for your loom, that speaks for your heritage. Weaving is almost dying now, so I just feel as a brand it's my responsibility, as a person it's my responsibility to start off something at least, our first step edukka ennallathu maatra cheyidittulladu. So today I have brides who are Malayalis, who are non-Malayalis, who all come to me just to wear what I weave. So that is a very something which I feel quite empowered because of that failures I faced to what I happened to me today. And now slowly I'm broadening it out to the Pret line, where I just feel that my kids are also growing up, and in case like if they want to take over, it should be something that connects to them also. So and ഇന്നത്തെ പോസ്റ്റ് കോവിഡ് ഫാഷൻ സിനാരിയോ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. And it's fluidity everywhere, and in terms of fashion also we are talking about equity, and and when in the language of fashion that means that fluidity in through clothing. So ഈ പ്രെറ്റ് ലൈനിലൂടെ അത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. I am yet to launch it. That happens side by side, and then just kept the efforts moving, just kept the hard work moving, constantly spoke about my dreams to my friends, to my people, to the universe, I guess, and it happened.